അമ്മയും അച്ഛനും രാജസ്ഥാനിൽ വന്നപ്പോഴുണ്ടല്ലോ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഗഡിസറും പിന്നെ ഫുഡ് ഐറ്റംസിൽ ദാൽ പക്വാനാണ് ഇഷ്ടമായത്. ഇത് ആക്ച്വലി ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വിഷ്ണു സാറായിരുന്നു കേട്ടോ. സാർ പക്ഷെ ഇവിടെ നിന്ന് ഇപ്പോൾ പോയി. ഇപ്പോഴും ഞങ്ങൾ ദാൽ പക്വാൻ കഴിക്കുമ്പോൾ സാറിനാണ് ഓർമ്മ വരുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം അമ്മയോട് സംസാരിക്കുമ്പോഴാണ് അമ്മ ചോദിച്ചത് നിങ്ങളിപ്പോൾ ദാൽ പക്വാൻ കഴിക്കാറൊന്നുമില്ലേന്ന്. അപ്പോഴാണ് അയ്യടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ, ഞാൻ സത്യം പറഞ്ഞ് ഇങ്ങനെ ഒരു കാര്യം മറന്നിരിക്കായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ഡയറ്റിലാണ്. അപ്പോൾ എന്നും ഈ ഓവർനൈറ്റ് ഓട്സ് ഇഡ്ഡലി ദോശ, പിറ്റേ ദിവസം വീണ്ടും ഓവർനൈറ്റ് ഓട്സ് ഇഡ്ഡലി ദോശ അങ്ങനെ കഴിക്കുമ്പോൾ ഒരു ചേഞ്ച് വേണ്ടേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ദാൽ പക്വാൻ മേടിക്കാന്ന്. അങ്ങനെയായിട്ട് രാവിലെ എണീറ്റ് ദാൽ പക്വാനും ഒക്കെ മേടിച്ച് കൊണ്ട് വന്നതാ ഞങ്ങൾ കഴിക്കാൻ പോവാണ് ഗൈസ്. ഇത് ഒരു പപ്പടം പോലൊരു സംഭവമാണ്. വലിയ പപ്പടത്തിന്റെ ഉള്ളിൽ ലൈക്ക് പപ്പടത്തിന്റെ ടേസ്റ്റ് അല്ല, ടേസ്റ്റ് ഇങ്ങനെ എനിക്ക് ഡിഫൈൻ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ബട്ട് സ്റ്റിൽ ഒരു പപ്പടത്തിന്റെ ഷേപ്പിലാണ് ഇത് ഉള്ളത്. അതിന്റെ ഉള്ളിലേക്ക് നമ്മളിതാ ഈ ഓണിയൻ, പിന്നെ ടൊമാറ്റോ, പിന്നെ നമുക്ക് ഈ കൊറിയാണ്ടർ ലീവ്സ് ഒക്കെ തരും, പിന്നെ ലെമൺ തരും, പിന്നെ ഇത് ദാൽ കറിയാണ് കേട്ടോ. നമുക്ക് ദാൽ കറി ഇങ്ങനെയും തരും, അല്ലെങ്കിൽ നല്ലോണം എരിവ് വേണമെങ്കിൽ അവർ മുളക് പൊടി കലക്കിയിട്ട് എന്തോ വെച്ചിട്ടുണ്ട്, അപ്പോൾ അതും കൂടി ഒഴിച്ച് തരും. ഈ പ്രാവശ്യം ഏട്ടൻ സ്പൈസി അല്ലാത്തതാണ് ചൂസ് ചെയ്തത് കേട്ടോ. ആദ്യം നമ്മൾ ഈ പപ്പടത്തിലേക്ക് ദാൽ ഒഴിക്കണം, പിന്നെ ഒനിയൻ, കൊറിയാണ്ടർ, ടൊമാറ്റോ, ലെമൺ ഒക്കെ പിഴിഞ്ഞിട്ട് കഴിക്കുക ഗൈസ്. കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് കുതിരും കേട്ടോ. അപ്പോൾ വേറൊരു ടേസ്റ്റാണ് സംഭവം. എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ രാജസ്ഥാനിലൊക്കെ നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദാൽ പക്വാൻ കഴിക്കാൻ മറക്കരുതേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ. അമ്മയും അച്ഛനും രാജസ്ഥാനിൽ വന്നപ്പോഴുണ്ടല്ലോ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഗഡിസറും പിന്നെ ഫുഡ് ഐറ്റംസിൽ ദാൽ പക്വാനാണ് ഇഷ്ടമായത്. ഇത് ആക്ച്വലി ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വിഷ്ണു സാറായിരുന്നു കേട്ടോ. സാർ പക്ഷെ ഇവിടെ നിന്ന് ഇപ്പോൾ പോയി. ഇപ്പോഴും ഞങ്ങൾ ദാൽ പക്വാൻ കഴിക്കുമ്പോൾ സാറിനാണ് ഓർമ്മ വരുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം അമ്മയോട് സംസാരിക്കുമ്പോഴാണ് അമ്മ ചോദിച്ചത് നിങ്ങളിപ്പോൾ ദാൽ പക്വാൻ കഴിക്കാറൊന്നുമില്ലേന്ന്. അപ്പോഴാണ് അയ്യടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ, ഞാൻ സത്യം പറഞ്ഞ് ഇങ്ങനെ ഒരു കാര്യം മറന്നിരിക്കായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ഡയറ്റിലാണ്. അപ്പോൾ എന്നും ഈ ഓവർനൈറ്റ് ഓട്സ് ഇഡ്ഡലി ദോശ, പിറ്റേ ദിവസം വീണ്ടും ഓവർനൈറ്റ് ഓട്സ് ഇഡ്ഡലി ദോശ അങ്ങനെ കഴിക്കുമ്പോൾ ഒരു ചേഞ്ച് വേണ്ടേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ദാൽ പക്വാൻ മേടിക്കാന്ന്. അങ്ങനെയായിട്ട് രാവിലെ എണീറ്റ് ദാൽ പക്വാനും ഒക്കെ മേടിച്ച് കൊണ്ട് വന്നതാ ഞങ്ങൾ കഴിക്കാൻ പോവാണ് ഗൈസ്. ഇത് ഒരു പപ്പടം പോലൊരു സംഭവമാണ്. വലിയ പപ്പടത്തിന്റെ ഉള്ളിൽ ലൈക്ക് പപ്പടത്തിന്റെ ടേസ്റ്റ് അല്ല, ടേസ്റ്റ് ഇങ്ങനെ എനിക്ക് ഡിഫൈൻ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ബട്ട് സ്റ്റിൽ ഒരു പപ്പടത്തിന്റെ ഷേപ്പിലാണ് ഇത് ഉള്ളത്. അതിന്റെ ഉള്ളിലേക്ക് നമ്മളിതാ ഈ ഓണിയൻ, പിന്നെ ടൊമാറ്റോ, പിന്നെ നമുക്ക് ഈ കൊറിയാണ്ടർ ലീവ്സ് ഒക്കെ തരും, പിന്നെ ലെമൺ തരും, പിന്നെ ഇത് ദാൽ കറിയാണ് കേട്ടോ. നമുക്ക് ദാൽ കറി ഇങ്ങനെയും തരും, അല്ലെങ്കിൽ നല്ലോണം എരിവ് വേണമെങ്കിൽ അവർ മുളക് പൊടി കലക്കിയിട്ട് എന്തോ വെച്ചിട്ടുണ്ട്, അപ്പോൾ അതും കൂടി ഒഴിച്ച് തരും. ഈ പ്രാവശ്യം ഏട്ടൻ സ്പൈസി അല്ലാത്തതാണ് ചൂസ് ചെയ്തത് കേട്ടോ. ആദ്യം നമ്മൾ ഈ പപ്പടത്തിലേക്ക് ദാൽ ഒഴിക്കണം, പിന്നെ ഒനിയൻ, കൊറിയാണ്ടർ, ടൊമാറ്റോ, ലെമൺ ഒക്കെ പിഴിഞ്ഞിട്ട് കഴിക്കുക ഗൈസ്. കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് കുതിരും കേട്ടോ. അപ്പോൾ വേറൊരു ടേസ്റ്റാണ് സംഭവം. എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ രാജസ്ഥാനിലൊക്കെ നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദാൽ പക്വാൻ കഴിക്കാൻ മറക്കരുതേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ.